أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولما برزوا لجالوت وجنوده قالوا ربنا أفرغ علينا صبرا وثبت أقدامنا وانصرنا على القوم الكافرين فهزموهم بإذن الله وقتل داود جالوت وآتاه الله الملك والحكمة وعلمه مما يشاء ولولا دفع الله الناس بعضهم ببعض لفسدت الأرض ولكن الله ذو فضل على العالمين تلك آيات الله نتلوها عليك بالحق وإنك لمن المرسلين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറ ബഖറയിലെ 251, 252, 253 എന്നീ വചനങ്ങളാണ് പാരായണം ചെയ്ത് കേൾപ്പിക്കപ്പെട്ടത്. അതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്: എന്നിട്ട് അവർ ജാലൂത്തിൻ്റെയും അവൻ്റെ സൈന്യങ്ങളുടെയും നേരെ യുദ്ധത്തിനായി പുറപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ നാഥ, ഞങ്ങൾക്ക് നീ സഹനശക്തി ചൊരിഞ്ഞു തരികയും ഞങ്ങളുടെ പാദങ്ങളെ ഉറപ്പിച്ചു നിർത്തുകയും അവിശ്വാസികൾക്കെതിരായി ഞങ്ങളെ നീ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങനെ അള്ളാഹുവിൻ്റെ ഹിതപ്രകാരം അവർ അഥവാ സത്യവിശ്വാസികൾ ശത്രുക്കളെ പരാജയപ്പെടുത്തി ഓടിച്ചു. ജാലൂത്തിനെ ദാവൂദ് വധിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് അള്ളാഹു ആധിപത്യവും ധിഷണാശക്തിയും നൽകുകയും അവനുദ്ദേശിച്ചതിൽ നിന്ന് അദ്ദേഹത്തെ പഠിപ്പിക്കുകയും ഉണ്ടായി. അള്ളാഹു മനുഷ്യരെ അവരിൽ ചിലരെ മറ്റു ചിലരെ കൊണ്ട് തടയുന്നില്ലായിരുന്നുവെങ്കിൽ ഭൂതലം കുഴപ്പങ്ങളിൽ ആപതിക്കുമായിരുന്നു. പക്ഷേ അള്ളാഹു അഖില ലോകത്തിനും ഔദാര്യമേകുന്നവനത്രേ. ഇവയൊക്കെ അള്ളാഹുവിൻ്റെ അടയാളങ്ങളാകുന്നു. സത്യാധിഷ്ഠിതമായ നിലയിൽ നാം അത് നിനക്ക് വിവരിച്ചു തരുന്നു. നിശ്ചയമായും നീ ദൈവദൂതന്മാരിൽ ഉൾപ്പെട്ടവൻ തന്നെയാണ്. ഈ ആയത്തുകളുടെ വിശദീകരണത്തിൽ ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു അൻഹു തഫ്സീർ കബീറിൽ പറയുന്നു: അള്ളാഹു അരുളുന്നു, ഏറ്റുമുട്ടൽ ഉണ്ടായപ്പോൾ താലൂത്തും കൂട്ടാളികളും ജാലൂത്തിന്റെ സൈന്യത്തെ അള്ളാഹുവിന്റെ അനുവാദത്തോടെ പരാജയപ്പെടുത്തി. ഇവിടെ ഇദ്ൻ അനുവാദം എന്നാൽ അള്ളാഹുവിന്റെ ഇഷ്ടവും ഉദ്ദേശവും എന്നാണ് അർത്ഥം. വിജയം കൈവരിച്ച ഈ സംഭവത്തെക്കുറിച്ച് വലിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഖുർആൻ വ്യത്യസ്ത 2 കാലഘട്ടങ്ങളിലെ സംഭവങ്ങളെ കൂട്ടിച്ചേർത്തു എന്ന് ക്രിസ്ത്യാനികൾ ആക്ഷേപിക്കുന്നു. പഴയ വിശുദ്ധ ഖുർആൻ വ്യാഖ്യാതാക്കളുടെ അഭിപ്രായത്തിൽ ഈ ആയത്തിൽ പറയുന്നത് ബൈബിളിലെ ശൗൽ രാജാവിനെ സംബന്ധിച്ചാണ്. ബൈബിളിൽ ശൗലിന്റെ ശരീരപ്രകൃതിയെയും ഉയരത്തെയും കുറിച്ച് പ്രത്യേകം പരാമർശമുണ്ട്. ബൈബിൾ പരാമർശത്തിന്റെ അടിസ്ഥാനത്തിൽ ബനു ഇസ്രായേല്യരിൽ ശൗലിനേക്കാൾ സുന്ദരനും ശാരീരികമായി ഉയരമുള്ളവനുമായ മറ്റൊരു വ്യക്തിയും ഉണ്ടായിരുന്നില്ലെന്നും മറ്റുള്ളവർ അദ്ദേഹത്തിന്റെ ചുമലിനൊപ്പം മാത്രമേ എത്തിയിരുന്നുള്ളൂ എന്നും കാണാം. അദ്ദേഹം ഒരു സാധാരണ കുടുംബത്തിൽപ്പെട്ടവനായിരുന്നുവെന്നും ബൈബിളിലുണ്ട്. എന്നാൽ പിന്നീട് ദൈവകൽപ്പന ലംഘിച്ചതിനാൽ ശൗലിന് ദൈവാനുഗ്രഹം നഷ്ടപ്പെടുകയും ഫെലിസ്തീർക്കെതിരെയുള്ള യുദ്ധത്തിൽ പരാജയപ്പെട്ട് അദ്ദേഹം സ്വയം ജീവനൊടുക്കുകയും ചെയ്തു എന്ന് ബൈബിൾ പറയുന്നു. എന്നാൽ ഖുർആൻ പറയുന്നത് മലക്കുകൾ അദ്ദേഹത്തെ സഹായിച്ചു എന്നാണ്. അതുകൊണ്ട് ശൗലിന്റെ ചരിത്രം ഇതിനോട് പൂർണ്ണമായി യോജിക്കുന്നില്ല. ക്രിസ്ത്യാനികളുടെ ആക്ഷേപം അവരുടെ അറിവില്ലായ്മ കൊണ്ടാണ്. ഖുർആൻ വിവരിച്ച 5 അടയാളങ്ങൾ ശ്രദ്ധിച്ചാൽ ഇത് മനസ്സിലാകും. 1. സ്വന്തം വീടുകളിൽ നിന്നും മക്കളിൽ നിന്നും പുറത്താക്കപ്പെട്ട ഒരു ജനത. 2. സാധാരണക്കാരനായ ഒരു നേതാവ്.
3 മലക്കുകളുടെ സഹായവും വിജയവും, 4 ഒരു നദിയിലൂടെയുള്ള സൈന്യത്തിൻ്റെ പരീക്ഷണം, 5 വളരെ കുറഞ്ഞ സൈന്യവുമായി നേടിയ വിജയം. ഇതിൽ നദിയിലൂടെയുള്ള പരീക്ഷണം ശൗലിൻ്റെ ചരിത്രത്തിൽ ബൈബിളിൽ ഒരിടത്തുമില്ല. ബൈബിൾ പ്രകാരം ഈ നദിയുടെ പരീക്ഷണം വരുന്നത് ശൗലിന് 200 വർഷം മുമ്പ് ജീവിച്ചിരുന്ന ഗിദെയോൻ എന്ന നേതാവിൻ്റെ ചരിത്രത്തിലാണ്. എൻ്റെ വീക്ഷണത്തിൽ ഗിദെയോന്റെ സംഭവമാണ് അള്ളാഹു ഇവിടെ ഖുർആനിൽ വിവരിച്ചിരിക്കുന്നത്. ബൈബിൾ പരാമർശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇസ്രായേൽ ജനത ദൈവത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചപ്പോൾ 7 വർഷത്തോളം മിദ്യാന്യർ അവരെ കഠിനമായി അടിച്ചമർത്തിയെന്നും ശത്രുക്കളെ ഭയന്ന് അവർക്ക് മലകളിലെ ഗുഹകളിലും കോട്ടകളിലും അഭയം പ്രാപിക്കേണ്ടി വന്നുവെന്നും ബൈബിൾ വ്യക്തമാക്കുന്നു. ഇതാണ് വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ടു എന്ന ഖുർആനിക വചനത്തോട് പൊരുത്തപ്പെടുന്നത്. മിദ്യാന്യർ ഇസ്രായേലിയരുടെ വിളവുകളെല്ലാം നശിപ്പിക്കുകയും അവരെ കടുത്ത ദാരിദ്ര്യത്തിലാക്കുകയും ചെയ്തപ്പോൾ ഇസ്രായേൽ ജനത ദൈവത്തോട് നിലവിളിച്ചുവെന്നും തുടർന്ന് ദൈവം അവർക്കായി സംസാരിച്ചുവെന്നും ബൈബിൾ വിവരിക്കുന്നു. തുടർന്ന് ദൈവത്തിൻ്റെ ദൂതൻ വന്ന് മിദ്യാന്യരെ ഭയന്ന് ഒളിച്ചിരുന്ന ഗിദെയോനെ ഇസ്രായേലിനെ രക്ഷിക്കാൻ നിയോഗിച്ചതായും താൻ കുടുംബത്തിൽ ഏറ്റവും എളിയവനാണെന്ന് ഗിദെയോൻ പറഞ്ഞപ്പോൾ ദൈവം കൂടെയുണ്ടാകുമെന്ന് ഉറപ്പ് നൽകിയതായും ബൈബിൾ വ്യക്തമാക്കുന്നു. ഖുർആനിലെ ജാലൂത്ത് എന്നതിന് സമാനമായി ബൈബിളിൽ മിദ്യാന്യർ, അമലേക്യർ തുടങ്ങിയ വലിയ അക്രമകാരികളായ ജനവിഭാഗങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. സൈന്യത്തെ പരീക്ഷിക്കുവാനായി ദൈവം അവരെ ഒരു നീർച്ചാലിലേക്ക് കൊണ്ടുപോകാൻ ഗിദെയോനോട് നിർദ്ദേശിച്ചു. അവിടെ വെച്ച് കൈവെള്ളയിൽ വെള്ളം കോരി നക്കിക്കുടിച്ച 300 പേരെ മാത്രം യുദ്ധത്തിനായി തിരഞ്ഞെടുക്കുകയും മുട്ടുകുത്തി വെള്ളം കുടിച്ച വലിയ ജനവിഭാഗത്തോട് മടങ്ങിപ്പോകാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഈ 300 പേരെ മാത്രം കൂടെ നിർത്തിക്കൊണ്ട് ഗിദെയോൻ മിദ്യാന്യ സൈന്യത്തെ നേരിട്ടു. ഈ 300 പേരുമായി ഗിദെയോൻ നേടിയ അത്ഭുത വിജയം ഖുർആനിക വിവരണവുമായി പൂർണ്ണമായി പൊരുത്തപ്പെടുന്നു. ബദറിലെ സഹാബികളുടെ എണ്ണവും നദി കടന്ന താലൂത്തിന്റെ കൂട്ടാളികളുടെ എണ്ണത്തിന് തുല്യമായിരുന്നുവെന്ന് ബുഖാരിയിലെ ഹദീസിലുമുണ്ട്. പേരുകളിലെ വ്യത്യാസം നോക്കുകയാണെങ്കിൽ ഗിദെയോൻ എന്ന വാക്കിന് ഹീബ്രു ഭാഷയിൽ ശത്രുക്കളെ വെട്ടിമാറ്റുന്നവൻ എന്നാണ് അർത്ഥം. താലൂത്ത് എന്നതും അദ്ദേഹത്തിൻ്റെ ശാരീരിക ആത്മീയ ഉന്നതിയെ സൂചിപ്പിക്കുന്ന വിശേഷണ നാമമാണ്. അതുപോലെ ജാലൂത്ത് എന്നതും ഒരു വ്യക്തിയുടെ പേരല്ല, മറിച്ച് നാട്ടിൽ നാശമുണ്ടാക്കുന്ന അക്രമകാരികളായ സംഘത്തെ സൂചിപ്പിക്കുന്ന വിശേഷണ നാമമാണ് ജാലൂത്ത്. ഇതിനുശേഷം അള്ളാഹു അരുളുന്നു, വഖതല ദാവൂദ് ജാലൂത്ത, ദാവൂദ് ജാലൂത്തിനെ വധിച്ചു. ഇത് ഗിദെയോന്റെ സംഭവത്തിന്റെ തുടർച്ചയായി വിവരിക്കുന്ന പുതിയൊരു സംഭവമാണ്. കാരണം ശത്രുവിനെതിരെയുള്ള യുദ്ധത്തിന്റെ തുടക്കം ഗിദെയോന്റെ അഥവാ താലൂത്തിന്റെ കാലത്തായിരുന്നുവെങ്കിൽ ആ ശത്രുക്കളുടെ പൂർണ്ണമായ നാശം സംഭവിച്ചത് BC 1050 ഹസ്രത്ത് ദാവൂദ് അലൈഹിസ്സലാമിന്റെ കാലത്താണ്. അതുകൊണ്ടാണ് ഈ 2 സംഭവങ്ങളെയും ഖുർആനിൽ ഒന്നിച്ചു ചേർത്ത് വെച്ച് പറഞ്ഞിരിക്കുന്നത്. അള്ളാഹു മനുഷ്യരിൽ ചിലരെ കൊണ്ട് തടയുന്നില്ലായിരുന്നുവെങ്കിൽ ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാകുമായിരുന്നു എന്ന് അള്ളാഹു അരുളുന്നു. ശത്രുക്കൾ ജനങ്ങളുടെ ആരാധനാലയങ്ങൾ തകർക്കുകയും ജീവിതം ദുസ്സഹമാക്കുകയും ചെയ്തപ്പോഴാണ് ഗിദെയോന്റെയും ദാവൂദിന്റെയും യുദ്ധങ്ങൾ അനിവാര്യമായി തീർന്നതെന്ന് ബൈബിളിലെ ന്യായാധിപന്മാരുടെയും ശമൂവേലിന്റെയും പുസ്തകങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഈ ചരിത്രങ്ങൾ വെറുമൊരു കഥയല്ല, മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾക്കും ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരുമെന്നും അതിൽ അള്ളാഹുവിൻ്റെ സഹായത്താൽ അവർ വിജയം വരിക്കുമെന്നുമുള്ള പ്രവചനമാണ്. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.